ഗോ ബാക്ക് ലവർ എന്ന പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നടക്കുകയാണ്. ഈ ഒരു സമയത്താകട്ടെ, നീ ബ്രേക്കപ്പ് ആയതിനു ശേഷവും എക്സ് പാർട്ട്ണറിനെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊരു ചോദ്യമൊക്കെ അവരും ചോദിക്കുന്നു. ബ്രേക്കപ്പ് ആയ സമയത്താകട്ടെ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തർക്കിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അവനോട് മോശമായിട്ടുള്ള രീതിക്ക് പലതും പറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു കുറ്റബോധമൊക്കെ തോന്നിയിട്ട് അവനെ ഞാൻ 2 തവണ കോളൊക്കെ ചെയ്തു. പക്ഷെ അവൻ ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല. ഞാനും ലുവിന്റെ ഹൃദയമൊക്കെ തകർത്തു എന്നൊരു തോന്നലൊക്കെ എന്റെ ഉള്ളിലും പിന്നീടുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാനും പിന്നീട് അവനെ കോൺടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിരുന്നില്ല എന്നൊക്കെ ഷെനും പറയുന്നു. ഇതേ ചോദ്യമൊക്കെ ലൂവിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്താകട്ടെ, ഷെന്നായിരുന്നു ബ്രേക്കപ്പ് ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനും അവളെ ഒരുപാട് തവണ കോളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അവളെന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്നെ ഇനി ഒരിക്കലും അവൾക്ക് കാണുകയോ ചെയ്യേണ്ട എന്നൊരു തോന്നലൊക്കെ എന്റെ ഉള്ളിലും ഉണ്ടായിട്ട് ഞാനും പിന്നീട് അവളെ കോൺടാക്ട് ഒന്നും ചെയ്യുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല എന്ന് ലൂവും അറിയിക്കുന്നു. പണ്ടാകട്ടെ ഷെന്നും ലൂവും കൂടി ലൂവിന്റെ ഫോൺ നമ്പർ വഴിയൊക്കെ ആയിരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവളും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത സമയത്ത് അവനും നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. അവനും വേഗം തന്നെ എയർപോർട്ടിലേക്ക് എത്തിയ സമയത്തായിരുന്നു അവളും ട്രാവൽ ചെയ്യുവാനായിട്ടായിരുന്നില്ല, മറിച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആളെയൊക്കെ എടുക്കുവാനായിട്ടായിരുന്നു ഇതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ അവനും മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ എൻഡ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴാകട്ടെ, ലൂവും അവന്റെ വീട്ടിലേക്കൊക്കെ 16 വയസ്സുള്ളപ്പോഴത്തേക്കും തിരിച്ചെത്തുകയാണ്. അവന് വലിയ കാര്യത്തിൽ അവന്റെ റൂമിലേക്കൊക്കെ കയറി ചെല്ലുന്നുണ്ടെങ്കിലും റൂമിൽ ഉണ്ടായിരുന്നത് ഷെൻ ആയിരുന്നു. അവിടെ വെച്ചാണ് അവർ ആദ്യമായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് ഷെൻ തന്റെ റൂമിൽ നിൽക്കുന്നതെന്നൊന്നും തന്നെ അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവന്റെ അമ്മ അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ലൂവിന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മകളാണ് ഷെൻ. അവർ രണ്ടുപേരുമാകട്ടെ ഒരേ വർഷം, ഒരേ മാസം, ഒരേ ദിവസമൊക്കെ ആയിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഒരാള് രാവിലെയും ഒരാള് രാത്രിയുമായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്. നക്ഷത്രം എന്നർത്ഥം വരുന്ന സിംഗ് എന്ന വേർഡാണ് ഇവർ രണ്ടുപേരുടെയും പേരിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളതെന്നൊക്കെ അമ്മയും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ലൂ പഠിക്കുന്ന അതേ സ്കൂളിലേക്കൊക്കെ ഷെന്നും ട്രാൻസ്ഫർ ആയൊക്കെ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഇനി മുതൽ അവളും ഇതേ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുവാനായിട്ടൊക്കെ പോവുക. ലൂവും പഠിത്തത്തിലൊക്കെ വളരെ പിന്നോട്ടാണ്. അതുകൊണ്ട് തന്നെ ഷെന്നിന്റെ അടുത്ത് ലൂവിനെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ അമ്മയും പറയുന്നു. അവളും അവന്റെ റൂമിലേക്കാണ് ഇനി മുതൽ താമസിക്കുവാനായിട്ടൊക്കെ പോകുന്നതെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവൻ ആകെ വിഷമിച്ചു പോവുകയാണ്. ഇനി വീണ്ടും 2024 കാണിക്കുന്നു. ഷെന്നിനെ ലൂ പ്രപ്പോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു വീഡിയോ ആകട്ടെ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷെന്നിന്റെ ഓഫീസിലുള്ള ഈ ഗോ ബാക്ക് ലവർ എന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആൾക്കാരും ഇതേ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷെൻ തിരിച്ച് ഓഫീസിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും സ്റ്റാഫ്സും അവളുടെ അടുത്ത് അവൾ ഇത്രയും കാലമായിട്ട് മറ്റൊരു പ്രണയത്തിലൊന്നും പോകാതിരുന്നത് അവനെ നഷ്ടപ്പെട്ടതിന്റെ വിഷമം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവളും പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറൊക്കെ ആയതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുവാനായിട്ടൊക്കെ പറഞ്ഞ് അവരെയും വഴക്ക് പറയുന്നു. ഷെന്നിന്റെ കമ്പനിയുടെ ബോസ് ആകട്ടെ ഷെന്നിനെ വന്ന് കണ്ടതിന് ശേഷം ഒരു ഗസ്റ്റ് ഒക്കെ നിന്നെ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും അയാളെ പറഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ നീ പങ്കെടുപ്പിച്ചേ മതിയാകും എന്നൊക്കെ പറയുകയാണ്. സാധാരണഗതിക്ക് ഏതെങ്കിലും ഒരു ഗസ്റ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവളും അയാളുടെ അടുത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അത് ലൂ തന്നെ ആയിരുന്നു എന്ന കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. സോ അവൾ പോയ വഴിക്ക് തന്നെ നേരെ തിരിച്ചു പോരുന്നു. എന്തായാലും ലൂവിനെ ഈ പ്രോഗ്രാമിലൊന്നും പങ്കെടുപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഷെൻ നിൽക്കുമ്പോഴാകട്ടെ, എനിക്ക് നിന്നെ ഫോഴ്സ് ചെയ്യണമെന്ന് ഒട്ടും തന്നെ ആഗ്രഹമില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളാകട്ടെ എന്റെ അടുത്ത് പറഞ്ഞത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവനും ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പ്രൊപ്പോസിങ് വീഡിയോ ഒക്കെ വൈറൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഒക്കെ ഇൻവെസ്റ്ററും അതുപോലെ തന്നെ ഇൻവെസ്റ്ററിന്റെ ഫാമിലിയും കണ്ടിട്ടുണ്ട്. ഇൻവെസ്റ്ററിന്റെ കുട്ടികൾക്കും ഷെന്നിനും ലൂവിനും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയായാലും വേണ്ടില്ല അവര് രണ്ടുപേരും പ്രോഗ്രാമിനൊക്കെ എടുത്തോണം. അങ്ങനെയാണെങ്കിൽ ഞാനും പണമൊക്കെ നൽകുവാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിക്കായിരുന്നു ഇൻവെസ്റ്ററും വോയിസ് അയച്ചത്. ബോസിന്റെ കയ്യിലും ക്യാഷ് ഒക്കെ വളരെ കുറവാണ്. മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുന്നതിൽ ഇൻവെസ്റ്റർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഇതിനെ സമ്മതിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിലുള്ള എംപ്ലോയീസിന് തന്നെ സാലറി ഒന്നും കൊടുക്കാനായിട്ട് തികയാത്തത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കുറച്ചു പേരെ പറഞ്ഞു വിടാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു ബോസും. സോ നീ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രോഗ്രാമിനൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ ബോസ് പറയുമ്പോഴത്തേക്കും ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ തന്നെ അവനെ എങ്ങനെയാണ് സമ്മതിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷെൻ ഇരിക്കുമ്പോഴാകട്ടെ, അവൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ഒരുപാട് താല്പര്യമുണ്ടെന്നൊക്കെയാണ് എന്നെ അറിയിച്ചത്. നീ ചുമ്മാ ഒന്ന് ചെന്ന് കണ്ട് സംസാരിച്ചാൽ മാത്രം മതി എന്നൊക്കെ ബോസും പറയുന്നു. മാത്രമല്ല, ബോസിന് മറ്റൊരു കോളൊക്കെ വരുമ്പോഴത്തേക്കും ബോസ് പണം കൊടുക്കാനുള്ള ആൾക്കാരാണ് ബോസിനെ വിളിക്കുന്നതെന്നൊക്കെ മനസ്സിലാകുന്ന അവളും ഈ ഒരു പ്രോഗ്രാമിലൊക്കെ അവനെയും പങ്കെടുപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു. എന്തായാലും പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവളും പറഞ്ഞു കൊടുക്കുകയാണ്. ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് ലവോ അല്ലെങ്കിൽ ഒരു എക്സോ ഉണ്ടാവുമല്ലോ. സോ ഈ ഒരു പ്രോഗ്രാം വഴിയാകട്ടെ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് അവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കുകയാണ്.
ഇത് ശരിക്കുമുള്ള ഒരു ഒന്നിപ്പിക്കലൊന്നുമല്ല, മറിച്ച് ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. നീ ഈ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയാണെങ്കിൽ നിന്റെ റിസോർട്ടിന് ഒരു പബ്ലിസിറ്റി ഒക്കെ ആവുന്നതായിരിക്കും. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ എപ്പിസോഡ്സും മറ്റുമൊക്കെ നിന്റെ റിസോർട്ടിൽ ഷൂട്ട് ചെയ്യുകയും റിസോർട്ട് കൂടുതൽ ആൾക്കാരിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ കൂടുതൽ ആൾക്കാർ നിന്റെ റിസോർട്ടിലേക്കും വരുന്നതായിരിക്കുമെന്നൊക്കെ ഷെഡ് പറയുമ്പോഴത്തേക്കും ലൂവും പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുന്നു. ഇത്രയേറെ ആൾക്കാരുടെ മുമ്പില് സ്വന്തം എക്സിനെ പരിചയപ്പെടുത്തുവാനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റോറിയൊക്കെ പറയുവാനുമാണല്ലോ നീ ശ്രമിക്കുന്നത്. നീ ശരിക്കും ഒരു പ്രൊഫഷണൽ ആയി കഴിഞ്ഞിരിക്കുന്ന എന്ന രീതിക്കൊക്കെ അവൻ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും പ്രണയമൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ. അങ്ങനെ ഇരിക്കെ ഇപ്പോഴും ആ പ്രണയത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെയൊക്കെ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ പിന്നെ ആ പ്രണയം തുറന്നു പറയുന്നതിൽ എന്താണ് തെറ്റുള്ളതെന്നൊക്കെയാണ് അവളും ചോദിക്കുന്നത്. അവളും തന്നെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ മറന്നു കഴിഞ്ഞിരിക്കുന്നതൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അവനും ചെറിയൊരു വിഷമമൊക്കെ തോന്നുകയാണ്. സോ കുറച്ച് വർക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ താൻ പങ്കെടുക്കുകയില്ല എന്നും കൂടി അറിയിച്ചിട്ട് അവനും പോകുന്നു. അവനും വഴിയിൽ വെച്ചാകട്ടെ അവന്റെ ലോയറിനെയൊക്കെ കാണുകയാണ്. അവളുടെ പേരാണ് സായി. സോ അവളാകട്ടെ വിദേശത്തേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവനും ഒരു മീറ്റിങ്ങിനൊക്കെ വിളിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങ് പോകുന്നതായിരുന്നു. നിലവിലാകട്ടെ അവന്റെ കേസും മറ്റുമൊക്കെ നോക്കി നടത്തുന്ന ചെറിയൊരാൾ മാത്രമാണ് അവൾ. പക്ഷെ അവനും കുറച്ചുകൂടി പണക്കാരനൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഫുൾ ടൈം ആയിട്ടുള്ള ഒരു എംപ്ലോയി ആക്കി മാറ്റണമെന്നൊക്കെയാണ് സൈക്കും പറയുവാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവന്റെ കണ്ണിൽ നിന്നും ഒരു കൺപോളയൊക്കെ വീണ് കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും അവളും അതൊക്കെ എടുത്തു മാറ്റുവാനായിട്ടൊക്കെ നോക്കുന്നു. അവനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ പോയത്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല എന്ന കാര്യമൊക്കെ നീ അറിയിക്കുന്നത്? ഇതിൽ എന്തോ ഒരു പ്രശ്നമില്ലേ എന്നൊക്കെ ബോസും ഷെന്നിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തുകൊണ്ടാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നതെന്ന് തനിക്ക് അറിയുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഷൻ നിൽക്കുമ്പോഴത്തേക്കുമാണ് വെളിയിൽ നിൽക്കുന്ന ലോനെയും സൈനെയും അവർ കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നേരത്തെ അവന് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നതും സൈഡ് അടുത്ത് നിന്നുമാണെന്നുള്ള കാര്യമൊക്കെ അവളും ഓർക്കുകയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഒന്നിച്ചു പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ബോസ് ആകട്ടെ അവനപ്പോൾ സിംഗിൾ ഒന്നും അല്ലായിരുന്നു എന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുന്നു. ലൂവും ചെടികളൊക്കെ മുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അത് കണ്ടിട്ടുണ്ടായിരുന്ന ചെങ്ങാകട്ടെ ലൂവിന് സാധാരണഗതിക്ക് സന്തോഷമൊക്കെ വരുമ്പോഴത്തേക്കും അവൻ ചെടികൾ നടാറും അതുപോലെ തന്നെ വിഷമമൊക്കെ വരുന്ന സമയത്ത് ചെടികൾ മുറിക്കാറുമാണ് പതിവുള്ളത്. നീ ഇന്ന് ഷെന്നിനൊക്കെ കാണുവാനായിട്ട് പോയതല്ലേ, എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ ചെങ്ങു ലൂവിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ലൂ നിൽക്കുന്നു. ഇനി സൂ ആകട്ടെ ക്വീൻ കുക്ക് ചെയ്യുന്നതൊക്കെ കണ്ട് അത് നോക്കിയൊക്കെ ഇരിക്കുകയാണ്. അതിനിടയ്ക്കാകട്ടെ അവരും ഷെന്നിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഷെൻ ഈ ഒരു ദിവസങ്ങളിലായിട്ട് വളരെയധികം ബിസിയാണ്. ഒരുപാട് വർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളും വീട്ടിലേക്ക് ലേറ്റ് ആയിട്ടൊക്കെയാണ് എത്താറുള്ളത്. അവളുടെ ഫാമിലിക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അവൾ എന്റെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. അവൾ എന്റെ അടുത്ത് നിന്നും അതൊക്കെ തന്നെ മറച്ചു വെക്കുകയാണ്. എല്ലാ വിഷമങ്ങളും അവൾ സ്വന്തമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുവാനാണ് ശ്രമിക്കുന്നതെന്നൊക്കെ ഷെന്നിനെ കുറിച്ചൊക്കെ സു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഷെന്നും അവിടെ എത്തുന്നു. ഇന്ന് ഓഫീസിൽ ലു എന്നെ കാണുവാനായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമാകട്ടെ അവന്റെ റിസോർട്ടൊക്കെ ഞാൻ പ്രൊമോട്ട് ചെയ്യാമെന്ന രീതിക്കൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീടാകട്ടെ അവനും ഈ ഒരു പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കുകയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ എന്റെ മുമ്പിൽ അവനെ പങ്കെടുപ്പിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്നൊക്കെ ഷെന്നും സൂനോടൊക്കെ പറയുന്നു. ലൂന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അവരും സെയിം ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടൊക്കെ നിൽക്കുന്നത് ഞാനും കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൻ അങ്ങനെ ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അവനെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഷൻ പറയുമ്പോഴത്തേക്കും സെയ് അവന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, മറിച്ച് അവന്റെ ലീഗൽ അഡ്വൈസർ ആണെന്നുള്ള കാര്യമൊക്കെ എന്റെ അടുത്ത് എന്റെ എക്സ് ഹസ്ബൻഡും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ സൂവും പറയുന്നുണ്ട്. എന്തായാലും അവൻ സിംഗിൾ ആണോ അല്ലയോ എന്നൊക്കെ എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മതിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഷെന്നും ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ലൂവിന്റെ അമ്മയും അവളെ കോളൊക്കെ ചെയ്യുന്നത്. കോൾ കണ്ട ഉടനെ തന്നെ ഈ ഒരു അവസരം പാഴാക്കാനേ പാടില്ല, നീയും കോളൊക്കെ എടുത്ത് സംസാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സൂവും ഇരിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.